സിംബാബ്വെക്കെതിരായ 2020 പരമ്പരയിൽ ഇന്ത്യക്ക് സമ്പൂർണ്ണ ജയം. മൂന്നാം 2020-യിൽ ഇന്ത്യയുടെ ജയം 35 റൺസിന്. മായങ്ക് മാധവിന് 3 വിക്കറ്റും യാഷ് താക്കൂർ 2 വിക്കറ്റും നേടി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഖിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട്. ഖിലാഫ്, ഇന്ത്യയുടെ ജയം 35 റൺസിനാണ്. തീർച്ചയായും ലിനിഷ, നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിൽ ഇല്ലെങ്കിൽ ഈ ഒരു പരമ്പരയിലേക്ക് വരുന്നതിന് മുമ്പ് അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും വലിയ രീതിയിലുള്ള ഒരു തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ത്യ സിംബാബ്വെക്കെതിരെ കളത്തിലെത്തിയത്. ആ ഒരു മത്സരത്തിൽ തന്നെ വമ്പൻ തിരിച്ചുവരവാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 പരമ്പരയിലും പരമ്പരകളും പൂർണ്ണതോതിൽ കൈവിട്ട ഇന്ത്യ സിംബാബ്വെക്കെതിരെ ഒരു മിന്നും ജയം തന്നെയാണ് ഈ ഒരു പരമ്പരയിൽ നേടിയിരിക്കുന്നത്. 3 മത്സരങ്ങളിലും വ്യക്തമായ ആധിപത്യത്തോടു കൂടിയാണ് മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ 35 റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത്. കഴിഞ്ഞ മത്സരത്തിൽ 90 റൺസിന്റെ ആയിരുന്നു. അതിൽ ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കിയിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ വൈഭവ് സൂര്യവംശിയുടെ മിന്നും പ്രകടനം തന്നെയാണ് ഇന്ത്യയെ 192 റൺസ് എന്ന വ്യക്തമായ ഒരു മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. പിന്നീട് ഈ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സിംബാബ്വെയെ 157 റൺസിൽ ഇന്ത്യൻ ബോളർമാർ പിടിച്ചു കെട്ടുകയായിരുന്നു. അതിൽ മായങ്ക് യാദവിന്റെ 3 വിക്കറ്റും അതേപോലെ തന്നെ യാഷ് താക്കൂറിന്റെ 2 വിക്കറ്റുമാണ് ഇന്ത്യക്ക് നിർണായകമായത്. ഇരു താരങ്ങളും കൂടി ഒരു ഘട്ടത്തിൽ സിംബാബ്വെ ഈ ഒരു 193 റൺസ് അടിച്ചെടുക്കുമെന്ന രീതിയിൽ പ്രതിവിധി ഉണ്ടായിരുന്നെങ്കിലും അതിനെ പിടിച്ചു കെട്ടാൻ സാധിച്ചത് യഷ് താക്കൂറിന്റെയും അതേപോലെ തന്നെ മായങ്ക് യാദവിന്റെയും ബോളിംഗ് നിരയാണ്. അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു മത്സരത്തിലേക്ക് എത്തുമ്പോൾ പരിശീലകനായി എത്തിയത് VVS ലക്ഷ്മണനാണ്. അത് ഗൗതം ഗംഭീറിനെയും അതേപോലെ തന്നെ സീനിയർ താരങ്ങൾക്കടക്കം വിശ്രമം നൽകിക്കൊണ്ടാണ് ഈ ഒരു പരമ്പരയിലേക്ക് ടീം ഒന്നടങ്കം എത്തിയത്. ആ ഒരു ടൂർണമെന്റിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു പരമ്പരയിൽ തന്നെ ഒരു മികച്ച രീതിയിലുള്ള വ്യക്തമായ സ്കോർ അല്ലെങ്കിൽ വ്യക്തമായ ആധിപത്യത്തോടു കൂടിയാണ് ഇന്ത്യ വിജയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു പരമ്പര നേട്ടത്തോടെ തന്നെ ഇന്ത്യ ഈ ഒരു സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ വലിയ രീതിയിൽ തന്നെ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. കുട്ടി ക്രിക്കറ്റിലേക്ക് വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് ഇന്ത്യൻ ടീം നടത്തിയിരിക്കുന്നത്. ഈ ഒരു വിജയത്തോടെ തന്നെ റാങ്കിങ്ങിലും ഇന്ത്യക്ക് മുന്നേ നേട്ടമുണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മത്സരത്തിൽ ജയത്തോടെ തന്നെ പരമ്പര നേട്ടത്തോടെ തന്നെ ഇന്ത്യ 1ാം റാങ്കിങ് തിരിച്ചു പിടിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ മത്സരം അവസാനിക്കുന്നത്. ലിനിഷ, ശരി, എന്തായാലും സമ്പൂർണ്ണാധിപത്യത്തോടെ ഇന്ത്യക്ക് വിജയം നേടിയിരിക്കുകയാണ്.